ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 18-ാമത് വചനം. വാക്യം ഇങ്ങനെ കാണുന്നു: ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ, അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ, പരിച്ഛേദന ഏൽക്കരുത്. ഇവിടെയും പൗലോസിനോട് കൊരിന്തിലുള്ളതായ വിശ്വാസികൾ ചോദിച്ചതായ ചോദ്യവും ആ ചോദ്യം സംബന്ധിച്ച് കൃത്യമായ മറുപടിയും പൗലോസ് പറയുന്നതാണ് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരും ജഡത്തിൽ വഹിക്കുന്ന പഴയ ഉടമ്പടിയുടെ അടയാളം നീക്കിക്കളയുവാൻ ശ്രമിക്കേണ്ടതില്ല. കൊരിന്തിലുള്ള വിശ്വാസികൾ പരിച്ഛേദന സംബന്ധിച്ച് ചോദിച്ചതായ ചോദ്യത്തിന് പൗലോസ് നൽകിയതായ മറുപടി അതായിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ 34-ാം അധ്യായത്തിനകത്ത് യാത്ര ചെയ്ത് മുൻപോട്ട് വരുന്നതായി യാക്കോബിന്റെ കുടുംബം, യാക്കോബിന് ലേയിൽ ജനിച്ച മകളായിരിക്കുന്ന ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാനായിട്ട് കടന്നുപോയതായ സന്ദർഭത്തിൽ ശേഖേമുമായി കാണുകയും ശേഖേം അവളെ പിടിച്ചുകൊണ്ടുപോയി അരുതാത്തത് ചെയ്യുകയും ചെയ്തു. ഈ വാർത്ത യാക്കോബും ദീനയുടെ സഹോദരന്മാരും അറിഞ്ഞപ്പോൾ അവർ ശേഖേമിനോട് വഴക്കുണ്ടാക്കുകയും സംസാരിക്കുകയും ചെയ്യുവാനായിട്ട് തുനിയുകയാണ്. അങ്ങനെ മുൻപോട്ട് വന്നതായ സന്ദർഭത്തിൽ പറയുന്നതായ വാക്കുകൾ 14, 15, 16 വാക്യങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തി പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദന ഏറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുന്നു എങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം എന്നുള്ളതാണ്. വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ച് ആ നിലകളിൽ മുൻപോട്ട് വന്നിരുന്ന യാക്കോബിന്റെ തലമുറ, യാക്കോബിന്റെ കുടുംബം സാഹചര്യങ്ങൾക്കനുസരിച്ച് താൽക്കാലികമായ ചില നീക്കുപോക്കുകൾ വരുത്തി ചില സംബന്ധങ്ങളും ചില ബന്ധങ്ങളും സ്ഥാപിക്കുവാൻ തുടങ്ങുന്നതായ ചരിത്രമാണ് അവിടെ ഓർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പൗലോസും പറയുന്നത് എന്താണ്? ഇവിടെ ചോദിക്കുന്നതായ ചോദ്യം അഗ്രചർമ്മം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതായ ചോദ്യമാണ്. അതിനാണ് പൗലോസ് പറയുന്നത്, ജഡത്തിൽ വഹിക്കുന്ന പഴയ ഉടമ്പടിയുടെ അടയാളം നീക്കിക്കളയുവാനായിട്ട് ശ്രമിക്കേണ്ടതൊന്നുമില്ല, അതിന് കൂടുതൽ പ്രാധാന്യത നൽകേണ്ടതില്ല എന്ന് ചുരുക്കം. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിലും ചില ആചാരങ്ങൾക്ക്, ചില നിയമങ്ങൾക്ക് വളരെ പ്രാധാന്യത നൽകുകയും അതൊരു പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നു എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നും മത അധ്യക്ഷന്മാരൊക്കെ വരുത്തി വച്ചിരിക്കുന്ന ചില നടപടിക്രമങ്ങൾ, ചില കർമാചാരങ്ങൾ അത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നു എന്ന് തോന്നുന്നു എങ്കിലും വിശുദ്ധ വേദപുസ്തകം ശാന്തമായി വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ളതായി കേവലമായ ചില പ്രവൃത്തികൾ
നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതല്ല എന്ന് പൗലോസും വ്യക്തമാക്കുകയാണ്. നാം താൽക്കാലികമായ ചില പ്രവൃത്തികളല്ല, അതിനപ്പുറത്ത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില വ്യത്യാസങ്ങളല്ല, അതിനപ്പുറത്ത് മനസ്സിൻ്റെ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആവശ്യമെന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. ആ നിലയിൽ ഒരു മാറ്റത്തിൽ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, മറ്റുള്ളവർ കാണത്തക്ക തലത്തിൽ ഞങ്ങൾ ചില കർമാചാരങ്ങൾ ചെയ്ത് നിത്യതയിലേക്ക് കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുകയല്ല. ഞങ്ങളുടെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ നിത്യനായി ദൈവമായി ആഴമായി ബന്ധത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാനായിട്ടുള്ള ഭാഗ്യവും അവസരം നൽകണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.